ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലേക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കും വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിവിടെ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നമംഗലൂർ ഇസ്ലാഹിയ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ സെന്റർ. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന സ്കൂളാണ്. മറ്റൊന്ന് അൽ ജാമിയ അൽ ഇസ്ലാമിയ അറബിക് കോളേജ് ശാന്തപുരം, മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ നിന്നാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന കേന്ദ്രം നേരത്തെ പറഞ്ഞ പ്രച്ഛന്ന വേഷത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വേഷം. സിജി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് കേരളത്തിൽ, സെന്റർ ഫോർ കരിയർ ഗൈഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ചേവായൂരില്ല. അതിന്റെ ഭൂമി വാങ്ങിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുടെ പേരില്ല. പക്ഷേ നിങ്ങൾക്ക് ആ സ്ഥാപനം കണ്ടാൽ അവിടെ പോയാൽ ഇത് ജമാഅത്തിൻ്റെ ആണെന്നൊന്നും മനസ്സിലാവില്ല. കരിയർ ഗൈഡൻസ് SSLC കഴിഞ്ഞാൽ, ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾ അവിടെ ചെന്നാൽ അവർക്ക് ഭാവി പഠനത്തിന് ഏറ്റവും നല്ല കോഴ്സുകൾ ഏതാണ്, സ്ഥാപനം ഏതാണ് എന്ന ഗൈഡൻസ്, അവിടുത്തെ എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതാനുള്ള കോച്ചിങ്, ഇതെല്ലാം കൊടുക്കുന്ന സ്ഥാപനമാണ്. അവിടെ ചെന്നാൽ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് പറയാൻ പറ്റും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശാനുസരണം അനുയോജ്യനായ കാഡർമാരെ ഡൽഹി സർവകലാശാലയ്ക്കുള്ള കോളേജുകളിലേക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്കും മറ്റും റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ സിജി. പ്രച്ഛന്ന വേഷം നേരിട്ട് ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നടത്തുകയല്ല. ഇതിന്റെ ഭാഗമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന കുട്ടികളെ ജമാഅത്തുകാർ മാത്രമാണെന്നില്ല, സുന്നി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായാലും അവരെടുക്കുന്നുണ്ട്. നാദാപുരം മേഖലയിൽ നിന്ന് പ്രത്യേക ഊന്നൽ കൊടുക്കുന്നു എന്നാണ് ഈ റിക്രൂട്ട്മെന്റിന്. കാരണം നാദാപുരം മേഖലയിലുള്ള മുസ്ലിം കുട്ടികളിൽ മാർക്സിസ്റ്റ് വിരോധം കൂടുതലാണെന്നാണ് അതിന് കാരണം. അവിടെ ഇത്തിരി സംഘർഷക്കിടക്കിടക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. എന്നിട്ട് ഇവർക്ക് അവിടെ താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം ഇവരുണ്ടാക്കി കൊടുക്കുന്നു. 25,000 രൂപ വരെ ഒരു മാസം ഒരു കുട്ടിക്ക് ചെലവഴിക്കുന്നു. അതിന്റെ പുറമെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നു. എന്നിട്ട് അവരെ പതുക്കെ ഡൽഹിയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നു. മലയാളി ഹൽക്ക, അതൊരു ഒരു സംഘാടനത്തിന്റെ പേരാണ്. അതിലേക്ക് കൊണ്ടുവരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പതുക്കെ അവരിലേക്ക് ചെലുത്തുന്നു. ഒറ്റയടിക്ക് പറയുന്നതല്ല. ഇവരെ ആശ്രയിച്ച് പഠിക്കുന്നവരായതുകൊണ്ട് അച്ചടക്കത്തോടുകൂടി കുട്ടികളിരുന്ന് ഈ മലയാളി ഹൽക്കയിൽ പങ്കെടുക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അവരുടെ അക്കാദമിക് കോഴ്സ് കഴിയുമ്പോൾ ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകരായി മാറുന്നു.